ത്രിരാഷ്ട്ര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തന്നെ ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ടീം. ഇന്ത്യ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ ടീമുമായിട്ട് നടക്കുന്ന ത്രിരാഷ്ട്ര പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഈ മത്സരത്തിലാണ് ഇന്ത്യ 8 റൺസിൻ്റെ ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ മത്സരത്തിലും എടുത്തു പറയാനുള്ളത് വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് തന്നെയായിരുന്നു ഫേസ് ചെയ്ത ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറി അടിച്ചിട്ടായിരുന്നു അദ്ദേഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്കായിട്ട് ഓപ്പൺ ചെയ്തത് പ്രഭ് സിംഹാനും അതേപോലെ തന്നെ വൈഭവ് സൂര്യവംശിയും കൂടിയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ബോൾ തന്നെ വൈഭവ് സൂര്യവംശി 4 അടിച്ചിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 3 4 അടിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് നേരം ക്രീസിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരു കിടിലൻ ക്യാച്ച് കൊടുത്തിട്ട് അദ്ദേഹം പുറത്താകുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം രുതുരാജ് ഗൈക്വാഡിൻ്റെയും അതേപോലെ തന്നെ ക്യാപ്റ്റൻ തിലക് വർമ്മയുടെയും ബാറ്റിംഗ് മികവിൻ്റെ പുറത്തായിരുന്നു ഇന്ത്യ 277 എന്ന് പറഞ്ഞൊരു കൂറ്റൻ സ്കോറിലെത്തിയത്. IPLന് ശേഷം വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് കാണാനായിട്ടായിരുന്നു ടീമിൻ്റെ ത്രിരാഷ്ട്ര പരമ്പര കാണാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ പ്രതീക്ഷയ്ക്കെല്ലാം വിപരീതമായിട്ട് ഒരുപാട് നേരം വൈഭവിന് ഗ്രീസിൽ നിൽക്കാനായിട്ട് പറ്റിയില്ല. 3 ബൗണ്ടറികൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് അടിക്കാൻ പറ്റിയത്. അതോടുകൂടിയിട്ട് അദ്ദേഹം ഗ്രീസ് വിട്ടതോടുകൂടിയിട്ട് തന്നെ തുടർന്ന് വിക്കറ്റുകൾ ടീമിൻ്റെ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിരുന്നാൽ തന്നെ ഒരു ഭാഗത്ത് രുതുരാജ് ഗൈക്വാഡ് നിന്നിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കൂടെ തിലക് വർമ്മയും കൂടി ചേർന്നതോടുകൂടിയിട്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു 277 എന്ന് പറഞ്ഞൊരു റൺസിൽ കൊണ്ട് എത്തിക്കുകയായിരുന്നു 278 എന്ന കൂറ്റൻ സ്കോർ ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങിയ ശ്രീലങ്കയ്ക്ക് തുടക്കം തന്നെ ഓപ്പണർമാർ നല്ല തുടക്കം തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതോടുകൂടിയിട്ട് തന്നെ 278 എന്ന് പറഞ്ഞ ഈ ഒരു സ്കോർ ഈസി ആയിട്ട് ചേസ് ചെയ്യാൻ പറ്റും എന്ന് ഘട്ടം വരെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ ഘട്ടങ്ങളായിട്ട് വിക്കറ്റുകൾ കൊഴിഞ്ഞതോടുകൂടിയിട്ട് തന്നെ ശ്രീലങ്ക വളരെ സമ്മർദ്ദത്തിലാകുകയും അവസാന 10 റൺസ് ബാക്കി നിൽക്കെ വെറും 4 വിക്കറ്റുകളായിരുന്നു അവർ വലിച്ചെറിഞ്ഞ് കളഞ്ഞത്. അതും ഇന്ത്യക്ക് ഈ ജയം കരസ്ഥമാക്കാൻ സാധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയട്ടാ.